ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു വിങ്സ് അക്കാഡമി. അപ്പോൾ വിങ്സ് അക്കാഡമിയുടെ പുതിയൊരു ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് +1 ഇംഗ്ലീഷിന്റെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള ഐ വിൽ ഫ്ലൈ എന്ന് പറയുന്ന സ്പീച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പുറകിൽ കാണുന്ന പോലെ തന്നെ APJ അബ്ദുൽ കലാം സാറിന്റെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു സ്പീച്ചാണ് ഐ വിൽ ഫ്ലൈ എന്ന് പറയുന്നത്. നമുക്ക് ഒരുപാട് മോട്ടിവേഷൻ തരുന്ന ഒരു സ്പീച്ചാണ് ഐ വിൽ ഫ്ലൈ എന്ന് പറയുന്നത്. നമ്മുടെ ഈ ഒരു ടീനേജ് അല്ലെങ്കിൽ ഏതൊരു യങ്സ്റ്റേഴ്സിന് ആ ഒരു പ്രായത്തിൽ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു കൺഫ്യൂഷനാണ് ഫ്യൂച്ചറിനെ പറ്റിയുള്ള കൺഫ്യൂഷൻ അല്ലെ. നമുക്ക് എല്ലാവർക്കും ഫ്യൂച്ചറിനെ പറ്റി കൺഫ്യൂഷൻസ് ഉണ്ടാവും. നമ്മൾ ഫ്യൂച്ചറിൽ എന്തായി തീരും, അങ്ങനെ പല പല കൺഫ്യൂഷൻസ് ഉണ്ടാവും. നമ്മളിപ്പോ ഒരു കാര്യം നമ്മുടെ മനസ്സിൽ ആഗ്രഹിച്ചിട്ടുണ്ടാവും, അത് നമ്മളാവും, അങ്ങനെയുള്ള പല പല ക്വസ്റ്റ്യൻസുകൾ ഉണ്ടാവും. അത് ആരോട് ചോദിക്കണം എന്നറിയില്ല. ചിലപ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള ആ ഒരു ധൈര്യം, ആ ഒരു കറേജ് നമുക്ക് ഉണ്ടാവില്ല. ഓക്കെ, അപ്പോ അങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടും നമുക്ക് എപ്പോഴും ഒരു മോട്ടിവേഷൻ തരുന്ന ഒരു സ്പീച്ചാണ് ഐ വിൽ ഫ്ലൈ എന്ന് പറയുന്ന സ്പീച്ച്. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ ലാഗ് ചെയ്യാതെ നേരെ നമുക്ക് ക്ലാസ്സിലോട്ട് പോവാം. നോക്കാം കേട്ടോ. അപ്പോ ഈ ഒരു സ്പീച്ച് സ്റ്റാർട്ട് ചെയ്യണത് ഒരു കുഞ്ഞു പോയായിട്ടാണ്, ഒരു ചെറിയൊരു പോയായിട്ടാണ് സ്പീച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എന്താണ് ആ ഒരു പോയം എന്ന് നോക്കാം. When I wish upon a star, makes no difference who I am, anything my heart decides will come to me. ആ കുറച്ച് ലൈൻസിന്റെ എക്സ്പ്ലനേഷൻ ആണ് ഈ പറഞ്ഞേക്കുന്നത്. നോക്കാം. When we wish for something, അതായത് നമ്മളൊരു കാര്യം ആഗ്രഹിക്കുകയാണെങ്കിൽ it does not immediately change who we are or come true. അതായത് അത് പെട്ടെന്ന് നമ്മുടെ അടുത്തേക്ക് വരണമെന്നില്ല, അത് നമ്മളെ പെട്ടെന്ന് ചേഞ്ച് ചെയ്യണമെന്നില്ല. എനിത്തിങ് അവർ ഹേർട്ട് ട്രൂലി ഡിസൈർസ് വിൽ കം ടു അസ്. എന്താണ്, നമ്മളുടെ ഹൃദയം ഭയങ്കരമായിട്ട് ഒരു കാര്യത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മളിൽ എന്ന് തന്നെ ആയാലും അത് എന്തോരം നാൾ കഴിഞ്ഞാലും നമ്മളിൽ തന്നെ എത്തിച്ചേരും. ഓക്കെ, ദിസ് ഈസ് ബിക്കോസ് വി വർക്ക് ഹാർഡ് ടു സംതിങ് ഇഫ് വി ട്രൂലി ഡിസയർ ഇറ്റ്. അതായത് അതിന്റെ കാരണം എന്താണ്, നമുക്കൊരു കാര്യം ഭയങ്കരമായിട്ട് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അതിനു വേണ്ടി ഒരുപാട് പ്രയത്നിക്കും, നമ്മൾ കുറെ ഹാർഡ് വർക്ക് ചെയ്യും. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്താണ്, നമുക്ക് ആഗ്രഹിക്കുന്നത് കിട്ടും എന്നാണ് പറയുന്നത്. ആൻഡ് നോട്ട് സിംപ്ലി വിഷ് ഫോർ ഇറ്റ് അപ്പോൺ സ്റ്റാർസ്. ഓക്കെ, അപ്പൊ ഈ കുറച്ച് ലൈൻസ്, ഈ ഒരു ലൈൻസ് വെച്ചാണ് നമ്മൾ ഈ ഒരു സ്പീച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് നോക്കാം. ഈ ഒരു സ്പീച്ചിൽ എന്താണ് പറയുന്നത്, കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ആണ് മിസ് പറയുന്നത്. അപ്പൊ എല്ലാവരും അവസാനം വരെയും ക്ലാസ് കാണാം കേട്ടോ. ഓക്കെ, this chapter is a speech that our late president Dr. APJ Abdul Kalam once addressed to the youth of the nation. അതായത് ഈ ഒരു സ്പീച്ച് ആരാണ് പറയുന്നത്, ഡോക്ടർ APJ അബ്ദുൽ കലാം ആണ് പറയുന്നത്. അതായത് once addressed to the youth of the nation, അതായത് ആർക്ക് വേണ്ടിയിട്ടാണ് ഈ സ്പീച്ച് മെയിൻ ആയിട്ടുള്ളത്, യൂത്ത് ഓഫ് ദി നേഷൻ, നമ്മളുടെ നേഷനിലുള്ള യൂത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സ്പീച്ച് മെയിൻ ആയിട്ടുള്ളത്. അതായത് നിങ്ങൾക്കായിട്ടാണ് ഈ ഒരു സ്പീച്ച് മെയിൻ ആയിട്ടുള്ളത്. ഓക്കെ, he talks about the fears and problems that youth people face and the way in which they can overcome them and reach their goals. അതായത് നമ്മളുടെ അബ്ദുൽ കലാം സാർ ഈ ഒരു സ്പീച്ചിൽ സംസാരിക്കണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, അബൌട്ട് ദി ഫിയേഴ്സ് ആൻഡ് പ്രോബ്ലംസ് ഓഫ് ദാറ്റ് യൂത്ത് പീപ്പിൾ ഫേസ്. അതായത് എന്താണ്, ചെറിയ കുട്ടികൾ അനുഭവിക്കുന്ന പേടികളും പ്രശ്നങ്ങളും, അത് മാത്രമല്ല പ്രശ്നങ്ങളെയും പേടികളെ പറ്റി മാത്രമല്ല, ആൻഡ് ദ വേ ഇൻ വിച്ച് ദേ ക്യാൻ ഓവർകം, അതായത് അതിനെങ്ങനെ ഓവർകം ചെയ്യണം എന്ന് കൂടിയും എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു സ്പീച്ചിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ദം ആൻഡ് റീച്ച് ദെയർ ഗോൾസ്, അതായത് അവരുടെ പേടികളും പ്രശ്നങ്ങളും ഓവർകം ചെയ്ത് അവരെങ്ങനെയാണ് ഒരു ഗോൾ, അവരുടെ ലക്ഷ്യത്തിലോട്ട് എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളതാണ് ഈ ഒരു സ്പീച്ചിൽ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, about Abdul Kalam says he realized how the contributions of the youth have contributed to the world in many fields. അതായത് അബ്ദുൽ കലാം സാർ ഇതിൽ മെയിൻ ആയിട്ട് പറയുന്നത്, അയാൾ ഇതിൽ നമുക്ക് മനസ്സിലാക്കി തരുന്നത്, അല്ലെ അദ്ദേഹം സ്വന്തമായിട്ട് മനസ്സിലാക്കുന്നത്, നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു കാര്യമാണ് എന്ത്, യൂത്ത് എന്താണ്. ചില എപ്പോഴും പറയുന്ന കാര്യമാണ് എന്ത്, ഈ യൂത്തിനെ കൊണ്ട് ഒരു പ്രയോജനം ഇല്ല എന്ന് കുറെ ആൾക്കാർ പറയുന്നത് കേൾക്കാം. പക്ഷെ അബ്ദുൽ കലാം സാർ പറയാൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, യൂത്ത് പല പല ഫീൽഡിലും കൊടുത്ത കോൺട്രിബ്യൂഷൻസിന് കൊടുത്തും അതിനെ പറ്റിയും ഇതിന് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, he asserts that no youth today needs to fear about the future because the ignited mind of the youth is the most powerful thing ever. അപ്പോ അദ്ദേഹം പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, യൂത്ത് ഒരിക്കലും എന്തിനെ പറ്റി പേടിക്കാൻ പാടില്ല, അവരുടെ ഫ്യൂച്ചറിനെ പറ്റി പേടിക്കാൻ പാടില്ല. കാരണം അവരുടെ ഇഗ്നൈറ്റഡ് മൈൻഡ് ഓഫ് ദി യൂത്ത് ഈസ് ദ മോസ്റ്റ് പവർഫുൾ തിങ് എവർ. അവരുടെ ഒരു ഇഗ്നൈറ്റഡ് മൈൻഡ് ആണ് എന്ത്, ഈ ഒരു ലോകത്തിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള തിങ് എന്ന് പറയുന്നത് അവർ ഇഗ്നൈറ്റഡ് മൈൻഡ് ആണെന്നാണ് പറയുന്നത്. ഓക്കെ, he says he would like to talk to his youth friends one of the topic I am born with wings. Okay,
ഈ ഐ ആം ബോൺ വിത്ത് വിങ്സ് എന്ന് പറയണത് ഒരു ചെറിയൊരു പോയായിട്ട് നമുക്ക് ഉണ്ട്, അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ. He says he would like to talk to his young friends on the topic I am born with wings. The previous year, Kalam went to a village to inaugurate a program called ശാസ്ത്രയാൻ. ഓക്കെ, അതായത് പ്രീവിയസ് ഇയറിൽ ആ ഒരു കാലത്ത് പറയാണ്, പ്രീവിയസ് ഇയറിൽ നമ്മുടെ കലാം എന്താണ് ഒരു വില്ലേജിലോട്ട് പോയിരുന്നു. എന്തിനു വേണ്ടിയിട്ടാണ് വില്ലേജിലോട്ട് പോയത്? ഒരു പ്രോഗ്രാം ഇനാഗ്രേറ്റ് ചെയ്യുന്ന പ്രോഗ്രാമിന്റെ പേരാണ് ശാസ്ത്രയാൻ. ഇത് കാണാതെയാണ് നിങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ. ഓക്കെ, ഇത് ഇമ്പോർട്ടന്റ് ആണ്. ശാസ്ത്രയാൻ എന്നുള്ള പേര് നിങ്ങൾ എന്ത് ചെയ്യുക, കാണാതെ തന്നെ പഠിച്ചു വെക്കാം. അപ്പോ അതിന്റെ മീനിങ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വിച്ച് മീൻസ് ദ പ്രൊപ്പഗേഷൻ ഓഫ് സയൻസ്. വിച്ച് മീൻസ് ദ പ്രൊപ്പഗേഷൻ ഓഫ് സയൻസ്. പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞാൽ മീൻസ് ചെയ്യുന്നത് പ്രചരണം, അതായത് സയൻസ് പ്രചരിപ്പിക്കുക എന്നുള്ള മീനിങ് ആണ് ശാസ്ത്രയാൻ. ആ ഒരു കോൺസെപ്റ്റ്, ആ ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് എന്താണ്, സയൻസ് എല്ലായിടത്തും പ്രചരിപ്പിക്കുക എന്നുള്ളൊരു കോൺസെപ്റ്റ് ആയിരുന്നു. ബാക്കി നോക്കാം. The goal of the program was to be prepare students from different rural schools and make them eligible to become engineers, scientists, doctors, managers and civil servants. ഓക്കെ, അതായത് ഈ ഒരു പ്രോഗ്രാമിന്റെ ഗോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല പല സ്ഥലങ്ങളിലുള്ള റൂറൽ സ്കൂൾസിൽ നിന്നിട്ട് പല പൊട്ടൻഷ്യൽ ഉള്ള പല പല കുട്ടികളും ഉണ്ടാവും. അവരെ സെലക്ട് ചെയ്ത് അവരെ എന്തിനു വേണ്ടി എലിജിബിൾ ആക്കണം? എഞ്ചിനീയേഴ്സ് ആക്കാനും, സയന്റിസ്റ്റ് ആക്കാനും, ഡോക്ടേഴ്സ് ആക്കാനും, മാനേജേഴ്സ് ആക്കാനും, സിവിൽ സർവൻസ് ആക്കാനും അവരെ എലിജിബിൾ ആക്കണം എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി ഉണ്ടായിരുന്ന ഒരു പ്രോഗ്രാം ആണ് ശാസ്ത്രയാൻ. ഓക്കെ, ദിസ് വുഡ് എംപവർ ദ വില്ലേജ് ഫാമിലീസ്. അവരെ മാത്രമല്ല അവരുടെ ഫാമിലീസിനും കൂടി എംപവർ ചെയ്യുന്ന ഒരു കോൺസെപ്റ്റ് ആയിരുന്നു. ഓക്കെ, കലാംസ് ഇനാഗറൽ അഡ്രസ് ടു ആൻ ഓഡിയൻസ് കൺസിസ്റ്റിംഗ് ഓഫ് ബോത്ത് സ്റ്റുഡൻസ് ആൻഡ് their family members was on the topic science empowers the nations. അപ്പൊ എന്താണ് കലാമിന്റെ ഇനാഗറൽ അഡ്രസ് ടു ആൻ ഓഡിയൻസ് കൺസിസ്റ്റിംഗ് ഓഫ് ബോത്ത് സ്റ്റുഡൻസും, അതായത് അവിടെ എന്തുണ്ടായിരുന്നു, ഇനാഗ്രേഷൻ ചെയ്യുന്ന സമയത്ത് സ്റ്റുഡൻസും ഉണ്ടായിരുന്നു, അവരുടെ ഫാമിലി മെമ്പേഴ്സും ഉണ്ടായിരുന്നു. വാസ് ഓൺ ദ ടോപ്പിക് സയൻസ് എംപവേഴ്സ് നേഷൻ. അതായത് സയൻസ് എംപവേഴ്സ് നേഷൻസ് എന്ന് പറഞ്ഞിട്ടൊരു ടോപ്പിക്കിൽ പല പല കുട്ടികളും പല പല ക്വസ്റ്റ്യൻസുകൾ ചോദിച്ചിരുന്നു. ഓക്കെ, നോക്കാം. After Kalam's address, many people asked questions. ഒരുപാട് ഇനാഗുറൽ അഡ്രസ്സിന് ശേഷം കുറെ പേര് പലതരത്തിൽ കുറെ ക്വസ്റ്റ്യൻസുകൾ ചോദിച്ചിരുന്നു. He selected 12 students at random to ask questions because of the time limitation. അതായത് സമയത്തിന്റെ പോരായ്മ കൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു, 12 കുട്ടികളെ സെലക്ട് ചെയ്യാണ്. 12 കുട്ടികളെ റാൻഡം ആയിട്ട് പിക്ക് ചെയ്യാണ്. അദ്ദേഹം തന്നെ 12 കുട്ടികളെ റാൻഡം ആയിട്ട് പിക്ക് ചെയ്യാണ്. Kalam wants to share one of these questions with us. It was asked by teenager from a distant village. അപ്പൊ എന്താണ് കലാമിന് എന്താണ് പല പല കുട്ടികളുടെയും ക്വസ്റ്റ്യൻസുകൾ കേൾക്കാൻ താല്പര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു വില്ലേജിലുള്ള ഒരു കുട്ടി, ഒരു ടീനേജർ എന്താണ് ഒരു ചോദ്യം ചോദിക്കുകയാണ്. ഓക്കെ, ഹി വാസ് എ ടിപ്പിക്കൽ റെപ്രസെന്റേറ്റീവ് ഓഫ് ദ യൂത്ത് ഓഫ് ഇന്ത്യ. ആ ഒരു കുട്ടി എന്തായിരുന്നു, ഇന്ത്യയിലെ യൂത്തിന്റെ ഒരു റെപ്രസെന്റേറ്റീവ് ആയിരുന്നു, ഒരു ടിപ്പിക്കൽ റെപ്രസെന്റേറ്റീവ് ആയിരുന്നു. നോക്കാം. The boy said he was nervous. അപ്പോ ആ ഒരു കുട്ടി എന്ന് പറയുന്നത് ഞാൻ വളരെയധികം നെർവസ് ആണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, he said he needed to have confidence but he had not get and through his education all these years. അപ്പൊ എന്താണ് അവൻ പറയുന്നുണ്ട്, എന്താ അവനക്ക് കോൺഫിഡൻസ് ആവശ്യമുണ്ട്, അവനക്ക് എന്താ ആവശ്യമുണ്ടെന്ന് പറയുന്നുണ്ട്, കോൺഫിഡൻസ് ആവശ്യമുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷേ അവൻ ഇത്രയും കൊല്ലം പഠിച്ചിട്ടും അവനക്ക് എന്ത് നേടിയെടുക്കാൻ പറ്റിയിട്ടില്ല, അതിൽ നിന്ന് കോൺഫിഡൻസ് നേടിയെടുക്കാൻ പറ്റിയിട്ടില്ല. He was afraid to talk to his teachers and friends. അവനക്ക് എന്തായിരുന്നു, അവന്റെ ഫ്രണ്ട്സിനോടും ടീച്ചേഴ്സിനോടും അടക്കം സംസാരിക്കാൻ പേടിയായിരുന്നു. Whenever he talked, he compared himself to other students and their beautiful clothes. അപ്പൊ എന്താണ് അവനക്ക് സംസാരിക്കണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ സംസാരിക്കാൻ പറ്റാത്തതിന്റെ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഹി കമ്പയർഡ് ഹിംസെൽഫ്. അവനെ തന്നെ കമ്പയർ ചെയ്തിരുന്നു. കാരണം അവനൊരു വില്ലേജിൽ നിന്ന് പറഞ്ഞ കുട്ടിയാണ്. അപ്പൊ മറ്റുള്ളവർ നല്ല നല്ല വസ്ത്രങ്ങൾ ധരിച്ച് നല്ല രീതിയിൽ സംസാരിക്കുന്നത് കാണുമ്പോൾ ഞാൻ സംസാരിച്ച വളരെ മോശമായി പോവോ എന്നുള്ളൊരു തോട്ട് ആരുടെ മനസ്സിലുണ്ടായിരുന്നു, ഈ കുട്ടിയുടെ മനസ്സിൽ ഉണ്ടായിരുന്നു. The boy wanted to become a marine engineer. He wanted to travel in a ship, be its captain and build its engine. അപ്പൊ എന്താണ് ഈ ഒരു ബോയ്ക്ക് എന്താ ഒരു മറൈൻ എഞ്ചിനീയർ ആവണം എന്നായിരുന്നു ആഗ്രഹം. He wanted to travel in a ship. അവനക്ക് എന്താണ് ഷിപ്പിൽ ട്രാവൽ ചെയ്യണമെന്നും be its captain, അതിന്റെ ക്യാപ്റ്റൻ ആവണമെന്നും പിന്നെ അത് മാത്രമല്ല അതിന്റെ എഞ്ചിൻ ബിൽഡ് ചെയ്യണമെന്നും ആഗ്രഹം ഉണ്ടായിരുന്നു. ഓക്കെ, he asked Kalam if he would be able to do all this and would he should achieve his goal. അപ്പൊ കലാമിനോട് ചോദിക്കുകയാണെന്ത്, ഞാൻ ഇതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്റെ ഗോൾ അച്ചീവ് ചെയ്യാൻ എനിക്ക് പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. When the boy completed the question, the
entire audience was looking at Kalam, wondering what he was going to say. അപ്പൊ ഈ ഒരു കുട്ടി എന്റെ ഗോൾ എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റാനുള്ള ഒരു പേടിയാണ് ആ കുട്ടീനെ ആ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ വേണ്ടി പ്രേരിപ്പിച്ചത്. ഓക്കെ, അപ്പൊ ഈ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞതിന് ശേഷം അവിടെയുള്ള ഓഡിയൻസ് മൊത്തം ആരെ തന്നെ നോക്കുകയാണ്, കലാമിനെ തുറന്ന് നോക്കുകയാണ്. കാരണം കലാം എന്തായിരിക്കും ഇതിന് റിപ്ലൈ കൊടുക്കുക. കാരണം എല്ലാ കുട്ടികളുടെയും എല്ലാവരുടെയും ഒരു ആശങ്കയാണ് നമ്മുടെ ഫ്യൂച്ചറിനെ പറ്റിയിട്ട്. അപ്പൊ ഈ ഒരു ഫ്യൂച്ചറിനെ പറ്റിയുള്ള ഒരു ചോദ്യം തന്നെയാണ് ആ ഒരു കുട്ടി ചോദിച്ചത്. അതുകൊണ്ട് തന്നെ എല്ലാവരും വളരെയധികം എന്താണ് വണ്ടർ അടിച്ചിങ്ങനെ നോക്കിയിരിക്കുകയാണ് എന്തായിരിക്കും കലാം പറയണേന്നുള്ളത്. ഓക്കെ, Kalam said that the boy had asked him the most difficult question and he valued it because it displayed the fear of many. അപ്പോൾ കലാം എന്താണ് പറഞ്ഞത്? കലാം said that the boy has asked him the most difficult question. അതായത് ആ കുട്ടി ചോദിച്ചത് എന്താണ്? വളരെയധികം ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്. കാരണം ഫ്യൂച്ചറിനെ പറ്റിയാണ് ചോദിക്കുന്നത്. അപ്പൊ ഫ്യൂച്ചറിനെ പറ്റി പ്രഡിക്റ്റ് ചെയ്യാൻ നമുക്ക് ആർക്കും ഫ്യൂച്ചറിനെ പറ്റി പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല അല്ലെ? അപ്പൊ എന്താണ് ആ ഒരു ക്വസ്റ്റ്യൻ എന്തായിരുന്നു? വളരെ മോസ്റ്റ് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ആൻഡ് ഹി വാല്യൂഡ് ഇറ്റ്. എന്നിട്ട് അത് മാത്രമല്ല, അദ്ദേഹം എന്ത് ചെയ്തിരുന്നു? ആ ഒരു ക്വസ്റ്റ്യൻ നല്ലോണം വാല്യൂ ചെയ്തിരുന്നു. കാരണം എന്താണ്? ബിക്കോസ് ഇറ്റ് ഡിസ്പ്ലൈഡ് ദ ഫിയർ ഓഫ് മെനി. ഒരുപാട് പേരുടെ വിഷമം, ഒരുപാട് പേര് വിഷമല്ല, ഒരുപാട് പേര് പേടിയാണ് ആ ഒരു ക്വസ്റ്റ്യനിൽ ഉള്ളത്. ഓക്കെ, then he recited a beautiful ancient poem named I Will Fly. അതിനുശേഷം അദ്ദേഹം എന്താണ് I Will Fly എന്ന് പറയുന്ന ഒരു പോയം ഇങ്ങനെ പാടാണ്. ഓക്കെ, നമുക്ക് എന്താണ് ആ പോയം എന്ന് നോക്കാം. ഐ ആം ബോൺ വിത്ത് പൊട്ടൻഷ്യൽ. ഞാൻ പൊട്ടൻഷ്യലോട് കൂടിയാണ് ജനിച്ചത്. ഐ ആം ബോൺ വിത്ത് ഗുഡ്നെസ് ആൻഡ് ട്രസ്റ്റ്. ഞാൻ ട്രസ്റ്റോടും ഗുഡ്നെസ്സോട് കൂടിയാണ് ജനിച്ചത്. ഐ ആം ബോൺ വിത്ത് ഐഡിയാസ് ആൻഡ് ഡ്രീംസ്. ഞാൻ എന്തോടുകൂടിയാണ് ജനിച്ചത്? ഐഡിയാസും ഡ്രീംസോട് കൂടിയാണ് ജനിച്ചത്. ഐ ആം ബോൺ വിത്ത് ഗ്രേറ്റ്നെസ്. ഐ ആം ബോൺ വിത്ത് കോൺഫിഡൻസ്. ഐ ആം ബോൺ വിത്ത് വിങ്സ്. അപ്പൊ എന്താണ്? ഒരാൾ ജനിക്കുമ്പോ എന്താ? ആരും ഒരു കഴിവില്ലാത്തവനായി ജനിക്കുന്നില്ല. എല്ലാവരും ഇങ്ങനെ തന്നെയാണ് ജനിക്കുന്നത്. ഓക്കെ, നോക്കാം. സോ ഐ ആം നോട്ട് മെന്റ് ടു ക്രോളിംഗ്. ക്രോളിംഗ് എന്ന് പറഞ്ഞാൽ മീൻ ചെയ്യണത് എഴയുക എന്നുള്ള മീനിങ് ആണ്. അപ്പൊ എന്താണ്? എനിക്ക് ഇത്രയും പൊട്ടൻഷ്യൽ ഉള്ള, എനിക്ക് ഇത്രയും ഗുഡ്നെസ്സും ട്രസ്റ്റും ഉള്ള, പിന്നെ എന്താണ് ഗ്രേറ്റ്നെസ്സും കോൺഫിഡൻസും വിങ്സോട് കൂടിയാണ് ഞാൻ ജനിച്ചത്. അതുകൊണ്ട് തന്നെ എനിക്ക് എന്തിന്റെ ആവശ്യമില്ല? എഴഞ്ഞു പോകേണ്ട ആവശ്യമില്ല. ഓക്കെ, I have wings, I will fly and fly. എനിക്ക് വിങ്സ് ഉണ്ട്, ഞാൻ പറക്കും, ഞാൻ പറന്നുകൊണ്ടേയിരിക്കും എന്നാണ് അവസാനിപ്പിക്കുന്ന ആ ഒരു പോയം. അപ്പൊ ഈ ഒരു പോയം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ, നമുക്ക് ഒരുപാട് കഴിവുകൾ നമ്മൾ ജനിച്ചപ്പോ തന്നെ ഉണ്ട്. പക്ഷെ ചില ആൾക്കാർ എന്ത് ചെയ്യില്ല, ആ കഴിവുകൾ ഉപയോഗിക്കില്ല. അപ്പൊ ഇവിടെ പറയണെന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് കഴിവുകളുണ്ട്. നമ്മൾ ഒന്നിനെ പറ്റിയും ഫ്യൂച്ചറിനെ പറ്റിയാലും പേടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് പറന്നുയരാൻ സാധിക്കും എന്നുള്ളൊരു മീനിങ് ആണ് ഈ ഒരു പോയത്തിൽ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നത്. ഓക്കെ, how to be unique. Kalam says he wants to discuss with his youth friends how they can be unique. He had met 15 million youth in a decade's time and he learned that every youth wanted to be unique. അതായത് എങ്ങനെയാണ് യൂണിക് ആവുക? എല്ലാരിൽ നിന്നും എങ്ങനെയാണ് യൂണിക് ആവുക? കലാം സേസ് ഹി വാണ്ട് ടു ഡിസ്കസ് വിത്ത് ഹിസ് യൂത്ത് ഫ്രണ്ട്സ് ഹൗ ദേ ക്യാൻ ബി യൂണിക്. എന്താണ്? അദ്ദേഹത്തിന് യൂത്തിനെ ഡിസ്കസ് ചെയ്യണം. എന്തിനു വേണ്ടിയിട്ടാണ്? എങ്ങനെയാണ് യൂണിക് ആവുന്നുള്ളതിന് അദ്ദേഹത്തിന് എന്ത് ചെയ്യണം? യൂത്തുമായി ഡിസ്കസ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഹി ഹാഡ് മെറ്റ് 15 million യൂത്ത്. അദ്ദേഹം എന്താണ്? 15 million യൂത്തിനെ ഈ ഇത്രയും ഡെക്കേഡ്സിന് ഇടയ്ക്ക് കണ്ടിട്ടുണ്ട്. എന്നിട്ട് എന്താ പറയുന്നത്? ടൈം ആൻഡ് ലേൺ ദാറ്റ് എവറി യൂത്ത് വാണ്ടഡ് ടു ബി യൂണിക്. എന്നിട്ട് അദ്ദേഹം എന്താണ്? അദ്ദേഹം മനസ്സിലാക്കിയാണെടുത്ത് അദ്ദേഹം പഠിച്ചു. അവരെ പഠിച്ചു എങ്ങനെയാണ്? എല്ലാവർക്കും എങ്ങനെയാണ് യൂണിക് ആവാൻ പറ്റുന്നത് അദ്ദേഹം പഠിച്ചു എന്നാണ് പറയുന്നത്. ബട്ട് ദ വേൾഡ് അറൌണ്ട് ദം വാസ് ട്രൈങ് ഇറ്റ്സ് ബെസ്റ്റ് ടു മേക്ക് ദം ലൈക്ക് എവരിവൺ എൽസ്. അപ്പോ ഈ ലോകത്തിലുള്ള എല്ലാവരും എന്താണ് ചെയ്യുന്നത്? മറ്റുള്ളവരിലും ബെസ്റ്റ് ആയിട്ട് നിൽക്കണം, മറ്റുള്ളവരിലും യൂണിക് ആയിട്ട് ബെസ്റ്റ് ആയിട്ട് നിൽക്കണം എന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് എന്നാണ് പറയുന്നത്. അറ്റ് ഹോം ദേ വർ ആസ്ക്ഡ് ടു ബി മോർ ലൈക്ക് നെയ്ബേഴ്സ് ചിൽഡ്രൻസ്. അതായത് വീട്ടിലെന്താണ് സംഭവിക്കുന്നത്? they were asked to be more like the neighbors childrens. അതായത് നെയ്ബേഴ്സിന്റെ ചിൽഡ്രൻസിനെ പറ്റിയാണ് കൂടുതൽ സംസാരിക്കുന്നത്. സ്വന്തം ചിൽഡ്രൻസിനെ പറ്റിയല്ല, നെയ്ബേഴ്സിന്റെ ചിൽഡ്രൻസിനെ പറ്റിയാണ് കൂടുതൽ സംസാരിക്കുന്നത്. At school they were taught to be more like the class toppers. സ്കൂളിൽ എന്താണ് പറയുന്നത്? കുട്ടികളെ തളർത്തുന്ന കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. സ്കൂളിൽ എന്താണ്? ടോപ്പേഴ്സിനെ പോലെ ആവണം. വീട്ടിൽ എന്തായിരിക്കും പറയുന്നത്? നെയ്ബേഴ്സിന്റെ മക്കളെ പോലെ ആവണം. അങ്ങനെയാണ് പറയുന്നത്. ഓക്കെ, people were consistently asking youngsters to be somebody else or to be like everybody else. The challenge, Kalam says, is that every youth has to fight the
hardest battle which may human being can ever imagine and never stop fighting until they become a unique person. അതായത് the challenge Kalam says is that every youth has to fight. എല്ലാ യൂത്തും എന്ത് ചെയ്യണം? ഫൈറ്റ് ചെയ്യണം എന്നാണ് പറയണത്. എങ്ങനെ ഫൈറ്റ് ചെയ്യണം? ഹാർഡസ്റ്റ് ബാറ്റിൽ. അവരെ ഏറ്റവും ലൈഫിലെ ഹാർഡസ്റ്റ് ബാറ്റിൽ അവർ ഫൈറ്റ് ചെയ്യാൻ പോകുന്നത് എപ്പോഴായിരിക്കും? അവർ യൂത്ത് ആ ഒരു സ്റ്റേജിലായിരിക്കും. വിച്ച് എനി ഹ്യൂമൻ ബീയിങ് ക്യാൻ എവർ ഇമാജിൻ. ഒരു ഹ്യൂമൻ ബീയിങ്ങിനും ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ എന്ത് ചെയ്യേണ്ടി വരും? യൂത്ത് ഫൈറ്റ് ചെയ്യേണ്ടി വരും. ആൻഡ് നെവർ സ്റ്റോപ്പ് ഫൈറ്റിംഗ് അൺടിൽ ദേ ബിക്കം എ യൂണിക് പേഴ്സൺ. എന്താ പറയുന്നത്? ഒരിക്കലും നിങ്ങളുടെ ഫൈറ്റ് അവസാനിപ്പിക്കരുത്. എന്തുവരെ? നിങ്ങൾ ഒരു യൂണിക് പേഴ്സൺ ആവുന്നത് വരെ നിങ്ങളുടെ ഫൈറ്റ് ഒരിക്കലും അവസാനിപ്പിക്കരുത് എന്നാണ് പറയുന്നത്. ഓക്കെ. Although it is very natural to be afraid of our future, we must believe in ourselves and our potential because this will help us fly and reach our goals. എന്താ പറയുന്നത്? ഇത് വളരെയധികം നാച്ചുറൽ ആണ്. നമ്മളുടെ ഫ്യൂച്ചറിനെ പറ്റി എന്താണ് നമ്മൾ ആശങ്കപ്പെടുന്നത്, നമ്മൾ വെറി ചെയ്യപ്പെടുന്നതാണ് വളരെയധികം നാച്ചുറൽ ആണ്. അവർ ഫ്യൂച്ചർ വി മസ്റ്റ് ബിലീവ് ഇൻ അവർ സെൽഫ്. നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ സെൽഫിനെ തന്നെ ബിലീവ് ചെയ്യണം. ആൻഡ് അവർ പൊട്ടൻഷ്യൽ, നമ്മളുടെ പൊട്ടൻഷ്യലിനെ നമ്മൾ വിശ്വസിക്കണം. ബിക്കോസ് ദിസ് വിൽ ഹെൽപ്പ് അസ് ഫ്ലൈ. അതാണ് നമ്മളെ ഫ്ലൈ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്. ആൻഡ് റീച്ച് അവർ ഗോൾസ്. അതാണ് നമ്മളെ നമ്മുടെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. വി മസ്റ്റ് ഫൈറ്റ് ടു ബി യൂണിക് ഇൻ എ വേൾഡ് ദാറ്റ് വാണ്ട്സ് ടു മേക്ക് us like everyone else. നമ്മൾ എന്ത് ചെയ്യണം? വി മസ്റ്റ് ഫൈറ്റ്. നമ്മൾ എന്ത് ചെയ്യണം? പോരാടണം. ടു ബി യൂണിക്. എന്തിനു വേണ്ടിയിട്ട്? യൂണിക് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ പോരാടണം. ഇൻ ദ വേൾഡ് ദാറ്റ് വാണ്ട്സ് ടു മേക്ക് അസ് ലൈക്ക് എവരിവൺ എൽസ്. അതായത് വേൾഡ് എന്താണ്? വേൾഡ് നമുക്ക് വേണ്ടി മാത്രമായിട്ട് നിന്ന് തരില്ല. വേൾഡ് എല്ലാവർക്കും കൂടി വേണ്ടിയുള്ളതാണ്. അപ്പൊ എന്താണ്? എല്ലാവരിലേക്കും നമ്മൾ എന്ത് ചെയ്യണം? യൂണിക് ആവാൻ വേണ്ടി ശ്രമിക്കണം എന്നാണ് ഇത് അവസാനിപ്പിക്കുന്നത്. ഓക്കെ. ഇനി ഇതിൽ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന 2 ക്വസ്റ്റ്യൻസുകളാണ് ഉള്ളത്. ഒന്ന് വരുന്നത് സ്പീച്ച് ആണ്, പിന്നെ വരുന്നത് ഇമെയിൽ ആണ്. നമുക്ക് ഫസ്റ്റ് സ്പീച്ച് ഡിസ്കസ് ചെയ്യാം. Imagine that you get the opportunity to address class 10 students before their public examination on the basis of Dr. Kalam's message. Prepare a speech to motivate and prepare them for the examination. അതായത് 10ാം ക്ലാസ്സിലെ സ്റ്റുഡൻസിന്റെ എക്സാമിന് മുൻപ് നമുക്കൊരു അവസരം കിട്ടാണ്. അവർക്ക് വേണ്ടിയിട്ട് അവരെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഇതിലൊരു സ്പീച്ച് പറയാം. അപ്പൊ അബ്ദുൽ കലാം സാറിന്റെ ആ ഒരു സ്പീച്ച് ബേസ് ചെയ്തിട്ട് വേണം നമുക്കൊരു സ്പീച്ച് പറയാനായിട്ട്. അപ്പൊ എങ്ങനെയാണ് ഒരു സ്പീച്ച് എഴുതേണ്ടത് നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ജസ്റ്റ് ഒരു സല്യൂട്ടേഷൻ കൊടുക്കണം. ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു സല്യൂട്ടേഷൻ കൊടുത്തു. നോക്കാം. Hello everyone. Today I want to motivate you to prepare well for your SSLC examination. അപ്പൊ എന്താണ്? എല്ലാവരോടും ഹലോ പറഞ്ഞതിന് ശേഷം എന്താ പറയണത്? എനിക്കിന്ന് ഐ വാണ്ട് ടു മോട്ടിവേറ്റ് യു. എനിക്ക് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യണം. എന്തിനു വേണ്ടിയിട്ടാണ്? നിങ്ങൾ നല്ല രീതിക്ക് എന്ത് എഴുതാൻ വേണ്ടിയിട്ട് SSLC എക്സാമിനേഷന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി എനിക്ക് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യണം. ദിസ് എക്സാം ഈസ് ദ ക്രൂഷ്യൽ സ്റ്റെപ്പ് ഇൻ യുവർ ലൈഫ്. ഈ ഒരു എക്സാം എന്താണ്? നിങ്ങളുടെ ലൈഫിൽ ഒരു ക്രൂഷ്യൽ സ്റ്റെപ്പ് ആണ്. നിങ്ങൾ ഫസ്റ്റ് എഴുതാൻ പോകുന്ന ഒരു ബോർഡ് എക്സാം ആണ് SSLC എക്സാം എന്ന് പറയുന്നത്. അപ്പൊ എന്താ പറയുന്നത്? നിങ്ങളുടെ ലൈഫിൽ ഒരു ക്രൂഷ്യൽ സ്റ്റെപ്പ് ആണ് SSLC എന്ന് പറയുന്നത്. ഓക്കെ. and its result and shape your future studies. ഇതിന്റെ റിസൾട്ട് ആണ് നിങ്ങളുടെ അടുത്തുള്ള ഫ്യൂച്ചർ സ്റ്റഡീസിനെ ഷേപ്പ് ചെയ്യുന്നത്. അതിനെ ഷേപ്പ് ചെയ്യുന്നത് എന്താണ്? ഈ ഒരു SSLCയുടെ മാർക്ക് ആയിരിക്കും. Some of you might feel nervous during exams and struggle to express what you have learned. അപ്പോ നിങ്ങളുടെ കുറച്ച് പേരെങ്കിലും എന്താണ്? നിങ്ങൾ എക്സാമിന്റെ സമയത്ത് നെർവസ് ആവാറുണ്ട്. കുറച്ച് പേരെങ്കിലും എന്താണ്? എക്സാമിന്റെ സമയത്ത് നെർവസ് ആവാറുണ്ട്. and struggle to express what you have ലേൺ. അതായത് നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാതിരിക്കുക, പഠിച്ച കാര്യങ്ങൾ എഴുതാൻ പറ്റാതിരിക്കുക, അങ്ങനെ കുറച്ച് നമുക്ക് കോമൺ ആയിട്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ്. എന്ത്? ഞാൻ പഠിച്ചു ടീച്ചറെ പഠിച്ചു, പക്ഷെ എന്ത് എഴുതാൻ പറ്റില്ല എന്നൊക്കെ നമുക്ക് ഒരുപാട് കേട്ടിട്ടുള്ളതാണ്. ഓക്കെ. To those students, I want to say that having courage to face challenge is the key. അപ്പോ അങ്ങനെയുള്ള സ്റ്റുഡൻസിനോട് എനിക്ക് പറയാനുള്ള കാര്യമാണ് എന്ത്? I want to say that having courage, ധൈര്യം, നമുക്ക് എന്ത് വേണം? ധൈര്യം വേണം. എന്തിനു വേണ്ടിട്ട്? To face the challenge is the key. അതായത് എന്ത് ചലഞ്ചും ഫേസ് ചെയ്യാൻ വേണ്ടി നമ്മൾക്ക് എന്ത് വേണം? ധൈര്യം വേണം, കറേജ് വേണം എന്ന് പറയാണ്. If you are afraid of challenges, you have already lost. നിങ്ങൾ എന്താണ്? ചലഞ്ചസിന്, നിങ്ങളുടെ ലൈഫിൽ വരുന്ന ചലഞ്ചസിന് നിങ്ങൾ പേടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴേ തോറ്റുപോയി. നിങ്ങൾ ഇപ്പോഴേ നിങ്ങളുടെ ലൈഫിൽ വരുന്ന ചലഞ്ചസിനെ പേടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോഴേ തോറ്റുപോയി എന്ന് പറയാണ്. ഓക്കെ. ലെറ്റ്സ് ബി ബ്രേവ്, പ്രിപ്പയർ വെൽ ആൻഡ് ഡു അവർ ബെസ്റ്റ്. എന്താ പറയുന്നത്? നമ്മൾ എന്താണ്? ബ്രേവ് ആയിട്ടിരിക്കണം. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ തന്നെ പ്രിപ്പയർ ചെയ്യണം. എന്താ പറയുന്നത്? നമ്മളുടെ എന്തോരം ബെസ്റ്റ് ആയിട്ട് നമുക്ക് കാണിക്കാൻ പറ്റുമോ അതേപോലെ കാണിക്കണം. ഓക്കെ. Let's remember what Dr. APJ Abdul Kalam, our former president of India,
said in his speech, I will fly. ഇനി നോക്കിയേ, അപ്പൊ ആ ഒരു സ്പീച്ച് നമ്മൾ എന്താണ് പൊതുവെയുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം നേരത്തെ പറയുന്നു ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ ബേസിസ്, ആ ഒരു സ്പീച്ചിന്റെ ബേസിസിൽ വേണം എഴുതാന്ന് പറയുന്നു. അപ്പൊ അതിന്റെ കുറച്ച് എലമെന്റ്സ് നിങ്ങൾ ആഡ് ചെയ്യണം. ഇതിൽ കണ്ടിരിക്കുന്ന ആഡ് ചെയ്യുന്നത് കണ്ടില്ലേ, അതേപോലത്തെ നിങ്ങൾ എക്സാമിന് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ I will flyയിലെ കുറച്ച് കാര്യങ്ങളായിരിക്കും ഇനി പറയാൻ പോണത്. He told a boy who was worried about his future that being yourself is what makes you unique. അതായത് അദ്ദേഹം എന്താണ് പറഞ്ഞത്, ഒരു ഫ്യൂച്ചറിനെ പറ്റി വറീഡ് ആയിരിക്കുന്ന ഒരു കുട്ടിനോട് എന്താണ് അദ്ദേഹം പറഞ്ഞത്, that being yourself is what makes you unique. അതായത് നീ നിന്റെ സെൽഫിനെ തന്നെ വിശ്വസിക്കുന്നതാണ് നിന്നെ യുണീക്ക് ആക്കുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, to achieve things we have to face a big challenge. നമുക്ക് എന്താണ് നമ്മുടെ ലൈഫിലുള്ള കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഭയങ്കര ബിഗ് ചലഞ്ച് ഒക്കെ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ഫേസ് ചെയ്യേണ്ടി വരും. According to Kalam, the main thing that stops us from succeeding is lack of confidence. അതായത് കലാമിനെ സംബന്ധിച്ച് എന്താണ്, നമ്മൾക്ക് ഒരു കാര്യം സക്സീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും ടാസ്ക്, നമ്മൾ അതിൽ നിന്ന് ഒരു കാര്യം സക്സീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്യണത് എന്താണ്, ലാക്ക് ഓഫ് കോൺഫിഡൻസ് ആണ് എന്നാണ് പറയുന്നത്. We all come from different backgrounds and situations. നമ്മൾ എല്ലാവരും പല ഡിഫറെന്റ് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട്സിൽ നിന്ന് സിറ്റുവേഷൻസ് ആണ് വരുന്നത്. എല്ലാ വീട്ടുകാരും എന്താണ്, ഇപ്പൊ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ആയാലും സെയിം ആയിരിക്കില്ല. ചിലപ്പോൾ എന്താണ് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉള്ള ആൾക്കാരായിരിക്കും, പക്ഷെ വീട്ടിൽ ചിലപ്പോൾ അവർക്ക് സന്തോഷമൊന്നും ഉണ്ടാവില്ല. അപ്പൊ പലരും പല ബാക്ക്ഗ്രൗണ്ട്സിൽ നിന്നായിരിക്കും വരുന്നത്. വിച്ച് ക്യാൻ മേക്സ് അസ് ഡൗട്ട് അവർ സെൽഫ്. അത് നമ്മൾ എന്താക്കി മാറ്റും, നമ്മളുടെ സെൽഫിനെ തന്നെ ഡൗട്ട് ചെയ്യാനായിട്ട് കാരണമാണ്. പല ഡിഫറെന്റ് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് എന്താണ്, മിക്കവരും ഡിഫറെന്റ് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് വരുന്നത്. മിക്കവരല്ല, എല്ലാവരും ഡിഫറെന്റ് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ അതൊക്കെ നമ്മുടെ ഫ്യൂച്ചറിനെ പറ്റി ഡൗട്ട് അടിപ്പിക്കുന്ന കുറച്ച് എലമെന്റ്സ് ആണ്. But we need to understand that the only thing that sets us apart from others is our confidence level. അതായത് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, മറ്റുള്ളവരിൽ നിന്ന് നമ്മളെ വ്യത്യസ്തമാക്കുന്നത് എന്താണ്, നമ്മുടെ കോൺഫിഡൻസ് ലെവൽ ആണ്. ഓക്കെ, if you try hard to build confidence in you, no one can beat you in your life. അതായത് നീ ഹാർഡായിട്ട് നിന്റെ ലൈഫിൽ കോൺഫിഡൻസ് നീ ബിൽഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിന്നെ ആർക്കും ബീറ്റ് ചെയ്യാൻ പറ്റില്ല, അല്ലെ? നമുക്ക് എല്ലാവർക്കും എന്ത് വേണം, ലൈഫിൽ ജീവിച്ചു പോകാൻ കോൺഫിഡൻസ് വേണം. കോൺഫിഡൻസ് ഇല്ലെങ്കിൽ നമ്മൾ എന്ത് പോകും, തോറ്റുപോകും. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് എന്ത്, നിനക്ക് ലൈഫിൽ വലുതാവണം, നിനക്ക് ലൈഫിൽ എന്താണ് എല്ലാ ഗോൾസും അച്ചീവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിനക്ക് എന്ത് വേണം, കോൺഫിഡൻസ് വേണം. ഓക്കെ, സക്സീഡ് ഈസ് ദ അൺഡൗട്ട്ലി ദ ഫ്രൂട്ട് ഓഫ് പെർസിവറൻസ്. For building confidence, you must work hard, shed your fear, and equip yourself to face the challenges of life. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ സംഭവം തന്നെയാണ് വീണ്ടും റിപ്പീറ്റ് ചെയ്യണം. നമുക്ക് ആ ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്താലേ നമ്മുടെ ലൈഫിലുള്ള ഫിയറിനെ ആയാലും ചലഞ്ചസിനെ ആയാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മാറ്റിക്കളയാനായിട്ട് പറ്റുള്ളൂ. സോ ഐ ഹോപ്പ് you all must work hard for this examination and face it with confidence and optimism. അതായത് അപ്പൊ ലാസ്റ്റ് അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ്, ഞാൻ വിചാരിക്കുന്നതാണ് നിങ്ങൾ എല്ലാവരും നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ട് നന്നായി ഹാർഡ് വർക്ക് ചെയ്യും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് പറഞ്ഞിട്ട് നമ്മൾ ആ ഒരു സ്പീച്ച് അവസാനിപ്പിക്കുകയാണ്. വിഷ് യു ഓൾ ഗ്രേറ്റ് സക്സസ് ഫോർ എക്സാം. എല്ലാവർക്കും ഒരു സക്സസ് നേരുന്നു എന്ന് പറഞ്ഞിട്ട് താങ്ക് യു എന്ന് പറഞ്ഞ് സ്പീച്ച് അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, അപ്പൊ സ്പീച്ച് എന്ന് പറയുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി ഇതിന്റെ കൂടെ കുറച്ചുകൂടി കാര്യങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് പറയാനുള്ളതാണ് ഇമെയിൽ. You get inspired by Dr. APJ Abdul Kalam's message and decided to communicate your thoughts and ideas to your friend who is studying abroad. Draft an email to your friend. അതായത് നമ്മളുടെ അബ്രോഡ് ഉള്ളൊരു പഠിക്കുന്ന ഒരു ഫ്രണ്ടിന് നമ്മൾ ഈ ഒരു APJ അബ്ദുൽ കലാമിന്റെ നമ്മൾ ഈ ഒരു സ്പീച്ച് വായിച്ചതിന് ശേഷം നമുക്ക് എന്താണ് വളരെയധികം ഇൻസ്പയർഡ് ആയിട്ട് അവൻക്ക് നമ്മുടെ തോട്ടും ഐഡിയാസ് ഒക്കെ വെച്ചിട്ട് ഒരു ഇമെയിൽ ഡ്രാഫ്റ്റ് ചെയ്യാണ്. അപ്പൊ ആ ഒരു ഇമെയിൽ എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. ഇമെയിൽ എന്താണെന്ന് എല്ലാവർക്കും അറിയാൻ പറ്റും. നമുക്ക് അതിന്റെ ജസ്റ്റ് എങ്ങനെയാണ് ഇമെയിൽ എഴുതണമെന്ന് നോക്കാം. ഇമെയിൽ എഴുതുമ്പോൾ നമുക്ക് 2 അഡ്രസ്സ് വേണം. അപ്പൊ 2 അഡ്രസ്സിന്റെ അവിടെ ഇപ്പൊ ഞാനിവിടെ അനു എന്നുള്ള പേരാണ് കൊടുത്തേക്കുന്നത്. അപ്പൊ ജസ്റ്റ് എന്താണ് anu123@gmail.com anu123@gmail.com എന്നാണ് കൊടുത്തേക്കണേ. ഇനി CCBCC എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇതിന്റെ ഇവിടെ ഒരു ലൈൻസ് വരച്ചു കൊടുത്തോളൂ കേട്ടോ. CCBCC പിന്നെ സബ്ജക്റ്റിന്റെ അവിടെ നമ്മൾ എന്താണ് മെസ്സേജ് അയക്കണം. അപ്പൊ ഇവിടെ ഞാൻ ജസ്റ്റ് ഡോക്ടർ കലാംസ്
മെസ്സേജ്. ഓക്കെ, മെസ്സേജ് എഴുതും, നിങ്ങൾ എഴുതുമ്പോൾ ഫുൾ ആയിട്ട് എഴുതണം കേട്ടോ, ഡോക്ടർ കലാംസ് മെസ്സേജ്. ഓക്കെ, നോക്കാം. അപ്പൊ സല്യൂട്ടേഷൻ കൊടുത്തു. അപ്പൊ ഈ ജസ്റ്റ് എന്ത് ചെയ്യണം, ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഓർഡർ പഠിച്ചു വെക്കണം. ടു CC BCC എഴുതില്ലെങ്കിൽ പിന്നെയും കുഴപ്പമില്ല, CC എഴുതണം കേട്ടോ. ടു CC BCC സബ്ജക്റ്റ് പിന്നെ സല്യൂട്ടേഷൻ. ബാക്കി നോക്കാം. Dear Anu, how are you? നമ്മൾ നോർമലി നമ്മുടെ ഫ്രണ്ട് ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഹൗ ആർ യു എന്നൊക്കെ ചോദിക്കാം. I hope life is treating you well. Today I studied a speech by Dr. APJ Abdul Kalam. ഇന്ന് ഞാൻ എന്ത് ചെയ്തു, ഒരു സ്പീച്ച് വായിച്ചു, ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ ഒരു സ്പീച്ച് വായിച്ചു. Our former president of India, in his speech I will fly, he gives us an important message to the young people. അപ്പോൾ ഈ ഒരു സ്പീച്ചിൽ I will fly എന്ന് പറയുന്ന ഈ ഒരു സ്പീച്ചിൽ യങ് പീപ്പിളിനുള്ളൊരു ഇമ്പോർട്ടന്റ് മെസ്സേജ് ആണ് അദ്ദേഹം തരുന്നത്. ഓക്കെ, he says that young people shouldn't worry about their future because their imagination and potential are the most powerful resources. അതായത് അദ്ദേഹം പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ യങ് പീപ്പിൾ ഒരിക്കലും എന്തിനെ പറ്റി വറി ആവരുത്, ഫ്യൂച്ചറിനെ പറ്റി വറി ആവരുത്. കാരണം അവരുടെ ഇമാജിനേഷനും പിന്നെ അവരുടെ പൊട്ടൻഷ്യലും ആണ് എന്ത് ഏറ്റവും മോസ്റ്റ് പവർഫുൾ ആയിട്ടുള്ള തിങ് എന്ന് പറയുന്നത്. ഓക്കെ, അക്കോർഡിംഗ് ടു ഹിം ദ മൈൻഡ്സ് ഓഫ് യൂത്ത് പീപ്പിൾസ് ആർ ഇൻക്രെഡിബിളി പവർഫുൾ ആൻഡ് അച്ചീവ് ഗ്രേറ്റ് തിങ്സ്. അതായത് അദ്ദേഹത്തിനെ സംബന്ധിച്ച് എന്താണ്, യങ് പീപ്പിളിന്റെ ആ ഒരു യൂത്ത് പീപ്പിൾ എന്താണ് മൈൻഡ്സും അവരെന്താണ് പവർഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ, അവരുടെ മൈൻഡാണ് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള കാര്യം, അവരുടെ എന്തൊരു കാര്യമായാലും അച്ചീവ് ചെയ്യാനായിട്ട്. ഓക്കെ, ആ ഒരു യങ് പീപ്പിളിന്റെ മൈൻഡാണ് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള തിങ്. എന്തിനു വേണ്ടിയിട്ട്, അവർ ഏറ്റവും എന്താണോ അവരുടെ ലക്ഷ്യം അത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അവരെ ഏറ്റവും പവർഫുൾ ആയിട്ട് തിങ് എന്താണ്, അവരുടെ മൈൻഡ് ആണെന്നാണ് പറയുന്നത്. ഓക്കെ, to succeed we need to be confident and work hard. അതായത് നമുക്ക് സക്സസ് ആവാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ കോൺഫിഡന്റ് ആയിരിക്കണം, നമ്മൾ ഒരുപാട് വർക്ക് ചെയ്യണം. ഡോക്ടർ കലാംസ് മെസ്സേജ് ഈസ് ടു ബി യുവർ സെൽഫ് ആൻഡ് നോട്ട് ടു ട്രൈ ബി സമ്മൺ എൽസ്. അതായത് ഡോക്ടർ കലാമിന്റെ മെസ്സേജ് ഈസ് ടു ബി യുവർ സെൽഫ് ആൻഡ് നോട്ട് ടു ട്രൈ ബി സമ്മൺ എൽസ്. അതായത് ഡോക്ടർ കലാമിന്റെ മെസ്സേജ് എന്താണ്, നമ്മൾ എന്തായിരിക്കണം, നമ്മൾ തന്നെ ആയിരിക്കണം, ഒരിക്കലും മറ്റുള്ളവരെ പോലെ ആവരുത്, നമ്മൾ ഒരിക്കലും എന്താണ് മറ്റുള്ളവരെ പോലെ ആവാൻ ശ്രമിക്കരുത് എന്നാണ് പറയുന്നത്. ഓക്കെ, this can be tough and we will face big challenge. അതായത് ഇത് ഭയങ്കര ടഫ് ആയിട്ടുള്ള കാര്യമാണ്, നമ്മൾ ഒരുപാട് ചലഞ്ചസ് ഫേസ് ചെയ്യും. ബട്ട് this speech is really inspiring. പക്ഷേ ഈ ഒരു സ്പീച്ച് എന്നാണ് വളരെ ഇൻസ്പയറിംഗ് ആണ്. I think you should read it and boost your confidence. നീ എന്ത് ചെയ്യണം, എന്തായാലും ഈ ഒരു സ്പീച്ച് വായിക്കണം, നിന്റെ കോൺഫിഡൻസ് നീ എന്ത് ചെയ്യണം, കുറച്ചും കൂടി ഒന്ന് ബൂസ്റ്റ് ചെയ്യണം. I wish you all the best and hope you do great things. എന്നിട്ട് എന്താ പറയുന്നത്, I wish you all the best and hope you do great things എന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിക്കാനായിട്ട് അവസാനം നമ്മൾ എന്ത് ചെയ്താ, ഞാൻ ജസ്റ്റ് എന്റെ പേര് നെഹ്ന എന്നുള്ള പേര് എഴുതിയിട്ടുണ്ട്. ജസ്റ്റ് സ്ഥലം 123 മെയിൻ സ്ട്രീറ്റ് കൊൽക്കത്ത, ഏതെങ്കിലും സ്ഥലം എഴുതി കൊടുക്കുക. പിന്നെ ജസ്റ്റ് മൊബൈൽ നമ്പർ ആയിട്ട് ഞാൻ ജസ്റ്റ് അങ്ങനെ ഒരു അറിയാത്ത ഏതെങ്കിലും ഒരു നമ്പർ കൊടുക്കാം. ഓക്കെ, മൊബൈൽ നമ്പർ ഒന്നും കൊടുക്കണം നിർബന്ധമില്ല, ജസ്റ്റ് ലാസ്റ്റ് നിങ്ങളുടെ ജസ്റ്റ് പേരും സ്ഥലവും ഒന്ന് എഴുതി വെച്ചോളൂ. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് ഈ ഒരു ചാപ്റ്ററിന്റെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ, പിന്നെ ഇതിൽ മെയിൻ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് ഇമെയിൽ എന്തായാലും പഠിച്ചിട്ടുണ്ടാവണം, സ്പീച്ചും. ഓക്കെ, അപ്പൊ ഈ രണ്ട് ടോപ്പിക്സ് ആണ് നമ്മൾ ഇന്ന് മൂന്ന് ടോപ്പിക്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്, എക്സ്പ്ലനേഷൻ, ഇമെയിൽ ആൻഡ് സ്പീച്ച്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അടിയിൽ കമന്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.